ലോ അക്കാദമിയിൽ പരിശോധന നടത്തിയ ഉപസമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ച സിൻഡിക്കേറ്റ് നടപടി സർക്കാർ എടുക്കട്ടെ എന്നാണ് തീരുമാനിച്ചത്. ഇതു സംബന്ധിച്ച ചോദ്യത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം പാലിച്ചു. വിഷയത്തിൽ സർക്കാർ ഒളിച്ചുകളിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ലോ അക്കാദമി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ വോട്ടെടുപ്പിൽ നിന്ന് ഒരു കോൺഗ്രസ് അംഗം വിട്ടുനിന്നത് വിവാദമായ സാഹചര്യത്തിൽ അംഗത്തോട് വിശദീകരണം ചോദിക്കാൻ KPCC തീരുമാനിച്ചു. കോൺഗ്രസിലെ ഒരു മെമ്പർ വിട്ടുനിന്ന് ഏത് സാഹചര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ആ നടപടി പാർട്ടി കൃത്യമായിട്ട് പരിശോധിക്കും. സിൻഡിക്കേറ്റ് തീരുമാനം സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളിലും ഭിന്നതയുണ്ടാക്കി. സിൻഡിക്കേറ്റ് തീരുമാനത്തെ അംഗീകരിക്കുന്നുവെന്ന നിലപാടിലാണ് SFI. പ്രിൻസിപ്പലിന്റെ രാജിവരെ പ്രതിഷേധം തുടരാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. തീരുമാനങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥി പക്ഷത്തു നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. ഒരു സിൻഡിക്കേറ്റിന്റെ ഉപസമിതിക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ റിപ്പോർട്ട് ഞങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് സമരമല്ല. ഞങ്ങൾ ഇവിടെ തട്ടിക്കൂട്ട് സമരം ചെയ്തിട്ട് ക്ലാസ്സിൽ കയറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ക്ലാസ്സിൽ കയറുന്നുണ്ട് എങ്കിൽ ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി നായർ ആയിരിക്കത്തില്ല. ഒന്നും കൂടെ ഞങ്ങൾ വാശി പിടിച്ചാൽ ഞങ്ങൾ ക്ലാസ്സിൽ കയറുകയാണെങ്കിൽ ലോ അക്കാഡമി ലോ കോളേജ് എന്നായിരിക്കില്ല, ഗവൺമെന്റ് ലോ അക്കാഡമി ലോ കോളേജ് എന്നായി മാറിയിരിക്കും. മീഡിയ 1 തിരുവനന്തപുരം.